തുറന്നില്ലേ? എന്നാ പോലെ തുറക്കാത്ത? ചേട്ടാ പറ്റോ? പണി പറ്റിയോ? കാര്യം 3-4 കടിച്ചായ പെൺപിള്ളേനെ വാങ്ങിച്ചു കുടിച്ചു. എങ്കിലും ബാത്റൂമിൽ പോണ ഇവന്റെ ഒരു ചായ കുടിക്കാതെ ബാത്റൂമിൽ പോകാൻ പറ്റുമോ? രമേശ എന്നാ പോലും തുറക്കാത്ത? എങ്ങോട്ടാ ഇണച്ചേട്ടി പോണേ? തുറന്നിട്ടില്ല. എന്താ പറയാൻ പാടില്ല. പാല് വന്നാത്താണോ? പുള്ളി തുറക്കണല്ലോ, സമയം കഴിഞ്ഞല്ലോ. അതെ അല്ല, ഞാൻ 6:30 മണിക്ക് കേറേണ്ടതാണ്, കേറാനും പറ്റില്ല. മണി 7 പണിക്കല്ലെന്ന് ബാത്റൂമിൽ പോവാന്. ഇവിടുത്തെ ചായ ഉണ്ടെങ്കിൽ നമുക്കൊരു അതല്ലേ ഞാനും വന്നത്. പുള്ളിനെ വെള്ളമ്പള്ളി പറ്റി വല്ലം പോയിരിക്കണം. എന്താ പക്ഷേ കണ്ടമാനം പോയി കാണുള്ളൂ പോണേന്ന്. അത് വലിയ അത് കുറച്ച് കാണുന്നില്ല. വലിയ കാർമേ കൊല്ലാത്തോണ്ട് കാണാന്നുള്ളത്. 30,000 അടി മേളിലാ പോണം. 30,000 കിലോമീറ്റർ മേളാ പോണതാണ്. 30,000 കിലോമീറ്റർ? ഏത് ഭാഗത്തിന് 30,000 കിലോമീറ്റർ ഉള്ളൂ? പോടാവേ താണാ സാധനം പോകുന്നത്. 1,000 അടി പോലും ഇല്ല. എടാ നീ ഇവിടുന്ന് ചുമ്മാ നോക്കിയത് 30,000 അടി മേളിലാണ് സാധനം പോണത്. അതെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്നലെ നിന്നപ്പോ ഈ മേഘം ഇപ്പുറത്തായിരുന്നു. അപ്പൊ അതങ്ങോട്ട് മാറിയതാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇന്നലെ മേഘം ഇവിടെയാണല്ലോ. ഇത് നേരിട്ട് കാണാൻ പാടില്ല. 30,000 അടി മേളിലല്ല ആ സാധനം പോണത്. ഓ എടാവേ, നീ പറയുന്നത് അത്ര 30,000 ഒന്നുമില്ല. 1,000 അടി പോലും ഇല്ല. അത് എടാ ഞാൻ പറയട്ടെ, നമ്മൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നാലും നമുക്കറിയാം 30,000 മേളിലല്ല ആ സാധനം പോണത്. നീ എന്നെ വിവരമില്ലാത്തതാണ്. 30,000 വേണ്ട, ഒരു 29,000 മേളിലെങ്കിലും. ഞാൻ ഒന്നും പറയണത്, നീ പിടിക്കുന്ന മൊയിലിന് 2 കൊമ്പ് അല്ലേ? നീ എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു തരണം. ആവശ്യമില്ലാത്ത ഞാൻ അങ്ങനെ ഒരു എതിര് പിടിക്കുന്ന അങ്ങനെ സംസാരിക്കില്ലേ? അത് വിട്ടേക്ക്. നമ്മുടെ ജോർജിയന്റെ കടയിലേക്ക് പോകണം. എത്ര കിലോമീറ്റർ? ഒരു 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. 3, 6, 3. അപ്പൊ അത് വെച്ച് നോക്കണേ. അത് വെച്ച് കണക്കൂട്ട്. 3, 6 ആണ് പോടാ അവിടുന്ന്. 1,000 അടി പോലും ഇല്ല. 3, 3 മാറോ? നീ എന്നെ പറയുന്നത്? എടാ ആ മേഘം കണ്ടത്. നീ ഇങ്ങോട്ട് നിന്റെ കണ്ണെവിടെയാ? നിന്റെ കണ്ണ തിമിരാണ്. മേത്തോട് കളിക്കരുത്. മേത്തോട് നീ സാധനം നീ കണ്ടത്ത് പറ. നീ 1,000 അടി പോലും ഇല്ല സാധനം. ആ കാണുന്ന പ്ലെയിൻ പോകുന്നത്. അല്ലാതെ നിന്റെ കുടുംബക്കാരൊക്കെ വർത്തമാനം പറയുള്ളൂ. എന്റെ കുടുംബത്തെ പറഞ്ഞാണ്. എന്റെ കുടുംബത്തെ പറഞ്ഞാണ്. ഞാനൊരു കാര്യം പറഞ്ഞു. നീ പിന്നെ കുടുംബത്തെ പറയുന്നത്? നീ വീട്ടിൽ വന്ന് നീ ചോറിടാ. എന്ത് മാത്രം ചോറിടാ? നീ തിന്നാരും വിളിച്ചു പറഞ്ഞ എന്ത് ചെയ്യും? പട്ടി നീ അടിക്കരുത്, അടിക്കരുത്, എന്നെ അടിക്കരുത്. നീ പട്ടി, എന്നെ അടിക്കരുത്. കടറക്കണ പരിപാടി. അതിനെന്താണ് ചേട്ടനെ കടയുടെ വാക്കി കിടക്കുന്ന സംഭവം ചേട്ടൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ എങ്ങനെ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ലേ? മോളിൽ കൂടെ പോകുന്ന വിമാനത്തിന്റെ പേരും പറഞ്ഞ നമ്മുടെ ആ ബാബുവും സുഖുവില്ലേ അവര് തമ്മിൽ ചേട്ടനെ കടയുടെ വാക്കി മുട്ടനടിയായിരുന്നു. ഇവിടെയോ? എന്നിട്ട് ഒരുത്തനോട് കുത്തിയെന്നേ. ഇപ്പൊ ഹോസ്പിറ്റലാ. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ വക ഇന്ന് ഹർത്താല് കട തുറക്കാൻ നിൽക്കണ്ട. ഞാൻ തുറക്കുന്നില്ലേ കേട്ടോ? വിട്ടോ കണ്ടല്ലോ. ഇപ്പൊ ഈ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു. എന്നാ പണിക്കൊന്നും പോകുന്നില്ലേ? ഒരൊറ്റ മാസത്തേക്ക് ഞാൻ എങ്ങോട്ടില്ല. എടാ ഇത് രവിക്കുട്ടൻ പറഞ്ഞ ദിവസമല്ലേ? അല്ല നീ അങ്ങോട്ടാ? നിനക്ക് പണിക്ക് പോകണ്ടേ? ഞാനോ പണിക്ക് പോകാനോ? അതും രവിക്കുട്ടൻ പറഞ്ഞ സമയത്ത് ഒറ്റ അടിയാൻ പറ്റുന്നല്ല. രവിക്കുട്ടൻ ഞാനുള്ള ബന്ധമാണെന്ന്. എന്ത് ബന്ധമല്ലേ? ഈ രവിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ 10 വർഷമായി ഗൾഫിൽ കിടക്കുന്നു. നമ്മളെയൊക്കെ തിരിച്ചറിയുമെന്ന് എനിക്കറിയാം. തിരിച്ചറിയുമെന്ന് എന്റെ ഗണേശ നിന്നെ അറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം. എന്നെ അവൻ മറക്കാൻ സാധ്യതയില്ല. എടാ ഈ കൈ കണ്ടോ? ഈ കൈക്കത്തെ തഴമ്പ് കണ്ടോ? തൂമ്പ പിടിച്ചല്ല, കുഞ്ഞുനാൾ രവിക്കുട്ടനെ എടുത്തോണ്ട് കിടന്ന തഴമ്പാ അത്. ഇതെന്താ ചുണങ്ങല്ല, മൂത്രമൊഴിച്ച പാട്. ആരെ? രവിക്കുട്ടൻ കുഞ്ഞുനാളിൽ മൂത്രമൊഴിച്ച പാടാത്. അപ്പി രവിക്കുട്ടനോ? ഈ രവിക്കുട്ടൻ നിന്റെ മെത്തോ? കുഞ്ഞുനാൾ പോലും സമാജല്ല. അപ്പൊ നിന്റെ ജീവിതത്തെ അവൻ മറക്കത്തില്ല. എന്നെ മറക്കാൻ ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുനാളിൽ പോലെ പറഞ്ഞാൽ ഞാൻ എപ്പോ എടുത്താലും എന്റെ മേത്തവന് അപ്പിടുള്ളൂ മൂത്രം ഒഴിക്കുള്ളൂ. അതുപോലെ ബന്ധാ. അപ്പൊ നിന്നെ മറക്കത്തില്ല. സ്വന്തം കക്കു സാരാ മറക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? നമ്മളെ രവിക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയുടെ കേസ് അവനെ കൊണ്ട് വേണം നമുക്ക് നടത്തിക്കാൻ. ഒരു 50,000 രൂപ അവനെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കണം. അവനൊക്കെ പൈസ ഒന്ന് സഹായിക്കാൻ നിനക്ക് ഉറപ്പുണ്ടോ? പൈസ പാട് അപ്പി കണ്ട് ഈ പാടുള്ളോടത്തോളം കാര്യം ഞാനൊരു കാര്യം പറഞ്ഞ അവൻ മാറില്ല. എനിക്ക് ഉറപ്പാ. ഒരു കാര്യം നാട്ടുകാർക്ക് പിരിക്കുന്നില്ലല്ലോ കേട്ടോ, പറഞ്ഞേക്കാം. നാട്ടുകാരടുത്തൊന്നും പിരിവ് വേണ്ട. ഒരു 50,000 ഞാൻ ചോദിച്ചാൽ തരും. കൊള്ളാം. സമയം ഞാൻ പോവാം. ഞാൻ രവിക്കുട്ടനിലേക്ക് പോവാം.
പിന്നെ ഞാനോ? നീ എവിടെ? എടാ നീ കാണും ഈ പാട് കണ്ടത് നിന്റെ പാട് ഇവിടെ കണ്ടോ? നീ നിക്ക അപ്പിയുടെ പാട് കണ്ടോ? ഈ നാടിനെ കുറിച്ച് ഞങ്ങൾ ഇത്രയൊക്കെ വിശദീകരിക്കാൻ കാരണം നമ്മുടെ കഥാനായകന്റെ നാടായതുകൊണ്ടാണ്. ഈ നാട്ടിലെ ഈ വർഷത്തെ ഓണം ആരാഘോഷ പരിപാടി ആരംഭിക്കുന്നത് ഈ നായകന്റെ വരവോടെയാണ്. 10 വർഷം മുമ്പ് നാട് വിട്ട് ഗൾഫിൽ പോയ രവിക്കുട്ടൻ ഓണത്തോടനുബന്ധിച്ച് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. അതുകൊണ്ട് തന്നെ അക്കരെ നിന്നെത്തുന്ന അവരുടെ ഈ മാവേലിയെ വരവേൽക്കുവാൻ ഈ കൊച്ചു ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു. അക്കരെ നിന്നൊരു മാവേലി. സ്വന്തക്കാരും മരക്കാരും വന്നിട്ടുള്ളതാണോ? അതെ മോനിപ്പോ ഇങ്ങ് വരത്തില്ലേ? എന്നാ വിഷമിച്ചിരിക്കുന്നേ? അല്ലല്ല എന്തോ ഷർട്ടൊക്കെ ഈ പഴയ ഷർട്ടും ഈ കീറിയ ഷർട്ടും ബട്ടൺസ് ഇല്ലാത്ത ഷർട്ട് കിട്ടണേ. ഏത് ഡെയിലി ഇടുന്നത്? ചേട്ടാ ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ, അതായത് നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഒരു ഗൾഫുകാരനാണോ അവൻ വരുമ്പോ അവന്റെ അപ്പൻ ഇങ്ങനെ ഇരുന്നത് ഞങ്ങൾക്ക് അതിന്റെ കുറച്ചില്ല. അവന്റെ കൂട്ടുകാരാ ഞങ്ങൾക്ക്. ചേട്ടൻ കാണിച്ചേ ആ ഷർട്ട് ഊരിക്കും. എന്റെ ഷർട്ട് ഇട്ടോ. അപ്പൊ നീ എന്നാ ഇടും? അല്ല അത് ശരിയാണല്ലോ. ഷർട്ടിനെ കയ്യൊന്ന് മടക്കി വെച്ചാൽ മതി. അതെ ചേട്ടാ ഇങ്ങോട്ട് നോക്കി. ഇങ്ങനെ വിഷം ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാം നേരെയാവും കേട്ടോ. മോൻ വരുന്നില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രവിക്കുട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പത്തിലെ കുഞ്ഞ് തള്ളയില്ലാതെ വളർന്നൊരു കുഞ്ഞാണ് അവൻ. അതിനെന്നെ കുഴപ്പം? തള്ളയില്ലാതെ വളർന്നല്ലോ, തള്ളയില്ലാതെ അല്ലല്ലോ. അതെ അങ്ങനെ പറയില്ല ആരും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവനിപ്പോ ഈ 10 വർഷം കഷ്ടപ്പെട്ട് ഈ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരുമായിട്ടൊന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കാനും അവന് വെച്ച് വിളമ്പി കൊടുക്കാനൊക്കെ ഒരു വേലക്കാരി വേണമെന്ന്. വേലക്കാരി നമ്മളെ ബാർബർ ഷാപ്പിൽ ഗോപാലിനോട് പറഞ്ഞായിരുന്നു. ആണോ? പക്ഷെ ഇതുവരെയായിട്ട് അവൻ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വരുമെന്നോ വരത്തില്ലെന്നോ. വിഷമിക്കണ്ട. ഞാൻ എന്ത് ചെയ്യും? ഇല്ല കുഴപ്പമില്ലെന്നേ. നമ്മള് ഈ പറഞ്ഞ ബാലുണ്ടല്ലോ എന്നോട് പറഞ്ഞ ഈ പെണ്ണിന്റെ കാര്യം. എടാ നമ്മള് കടയിരുന്നപ്പോ പറഞ്ഞില്ലേ അത് റെഡിയല്ലേ? സുന്ദരിയും സുശീലയും ദൃഢഗാത്രമായ ഒരു പെണ്ണ് ആളിപ്പോ എത്തും. ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമുള്ള വേലക്കാരിക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒന്നാതാവും വന്ന ദിവസം. ചേട്ടാ അങ്ങനത്തെ പ്രശ്നമൊന്നും അല്ല ഈ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഉള്ള ചെറുപ്പക്കാരി പിള്ളേർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതെന്ത് പ്രശ്നം? ഈ റിയാലിറ്റി ഷോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പെങ്കൊച്ചെന്ന് പറഞ്ഞ ഈ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അപ്പൊ എന്ത് പറഞ്ഞാൽ അവള് റിയാലിറ്റി ഷോ ആയിട്ട് ബന്ധപ്പെട്ടേ പറയുള്ളൂ. ചെറിയൊരു വട്ട് അത്രേ ഉള്ളൂ. ഇവിടെ കിടന്ന് റിയാലിറ്റി ഷോ കളിക്കാണെന്ന് ഞാൻ സമ്മതിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല ചേട്ടാ. അതൊന്നും അല്ല പറഞ്ഞത്. ഇവിടെ വീട്ടിലും പുറത്തൊക്കെ ഉള്ള എല്ലാ പണിയും അവള് ചെയ്തോളൂ. അതാണല്ലോ അവളുടെ പണി. പിന്നെ അവൾക്ക് ആവശ്യമുള്ളപ്പോ ചേട്ടൻ SMS വിട്ട് കൊടുക്കാൻ പാടില്ലേ? അതിനാ ചേട്ടാ SMS എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. എന്ത് ചെയ്താലും മൊബൈലിൽ കൂടെ കൊടുക്കുന്നത്. എന്ത് ചെയ്താലും അവൾക്കൊരു SMS അത് വിട്ടു അവൾക്ക് ആവശ്യമുള്ളപ്പോ SMS വിട്ട് കൊടുക്കണം. അപ്പൊ പൈസ കൊടുക്കണ്ടേ? പൈസ വേണ്ട, SMS വിട്ടാൽ മതി. ചെലവല്ലേ അത് വിട്ടു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ബാലൻ ഇപ്പൊ ആ പെണ്ണോട്ട് ഇവിടെ എത്തും. ബാലൻ കൂട്ടത്തിൽ വരും. രവിക്കുട്ടം വരുന്നതിന് മുമ്പ് ഇവിടെ എത്തും. ഇവിടെ എത്തൂല്ലേ? രണ്ടുപേര് വരും. പേര് സൂപ്പർ ഡാൻസർ മാഗ്രറ്റ്. എന്നാണ്? സൂപ്പർ ഡാൻസർ മാഗ്രറ്റോ.